പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഒക്ടോബർ 3 വേൾഡ് ടെമ്പറൻസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. നമുക്കേവർക്കും അറിയാം, അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് മദ്യം ഉപയോഗിക്കുന്നതിൽ മിതത്വം പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന ദിവസമാണ്. ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ വളരെ വിപുലമായി ആചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. നമുക്കേവർക്കും അറിയാം, ഒരു പ്രത്യയ ശാസ്ത്രങ്ങളും ഒരു മതവിഭാഗങ്ങളും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മദ്യം എന്ന് പറയുന്ന എല്ലാ തിന്മകളുടെയും താക്കോലെന്ന് ഇസ്ലാം വിശേഷിപ്പിച്ച ആ നികൃഷ്ടമായ പാനീയം അത് കുടിച്ചു കഴിയുമ്പോൾ സ്ഥലകാല ബോധമില്ലാതെ മനുഷ്യനിൽ നിന്ന് മറ്റൊരു നികൃഷ്ടമായ ജീവിയിലേക്ക് മനുഷ്യന്റെ പരിണാമം സംഭവിക്കുകയും അതുപോലെ തന്നെ കഞ്ചാവ്, മയക്കുമരുന്ന് പോലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലൂടെ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇത്തരക്കാർക്ക് നൽകാൻ കഴിയുക? സ്വന്തം മാതാവെന്നില്ല, പിതാവെന്നില്ല, വൃദ്ധ മാതാവെന്നില്ല, കുട്ടികളെന്നില്ല, സഹോദരങ്ങളെന്നില്ല, എല്ലാവരെയും മോശമായ രീതിയിൽ അവരോട് സമീപിക്കുകയും സ്വന്തം മാതാവിനെ പോലും വ്യഭിചരിക്കാൻ എടുത്ത ഒരു മോന്റെ കഥ നാം ഒക്കെ മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രേരണ? മദ്യമാണ് അതിന്റെ പ്രേരണ, അല്ലെങ്കിൽ അതിന്റെ ഉപോൽപ്പന്നമായ കഞ്ചാവാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നുകളാണ്. ഇതൊക്കെ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന പ്രത്യയശാസ്ത്രക്കാർ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് നൽകുന്നത്? അതുകൊണ്ട് നമ്മുടെ ചുറ്റും കാണുന്ന എത്രയോ കാഴ്ചകൾ, ഈ കാഴ്ചകളൊക്കെ വളരെ കണ്ണു നനയിപ്പിക്കുന്ന കാഴ്ചകളാണ്. മദ്യം ഉപയോഗിച്ചതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, പീഡനങ്ങൾ നടന്നിട്ടുണ്ട്, സ്വന്തം അമ്മയെ പോലും വ്യഭിചരിക്കുന്ന മക്കളുണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാ തിന്മകളുടെയും താക്കോലായ മദ്യത്തെ ഈ ഒരു ദിവസം മിതത്വം പാലിക്കാൻ പറയുന്ന അന്താരാഷ്ട്ര ദിനത്തെ മാനിച്ചുകൊണ്ട് മദ്യം എന്നേക്കുമായി ഒഴിവാക്കാൻ പറഞ്ഞ ഖുർആനികമായ സൂക്തങ്ങൾ അതിനേക്കാൾ എത്രയോ പ്രസക്തമാണെന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി ഉണർത്തിക്കൊണ്ട് സന്തോഷം വിടരട്ടെ, പ്രകാശം പരക്കട്ടെ, മദ്യവർജന സമൂഹമായി നമ്മുടെ സമൂഹത്തിന് മാറാൻ കഴിയട്ടെ, ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന യുവത വളർന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് വിടാം.